ഹലോ ഗുട്ടൻ ടാഗ്. സോ ഞാൻ ഇന്ന് 3 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 3 സെന്റൻസിൽ എല്ലാം ഒന്നും കറക്റ്റ് അല്ല, ഒരെണ്ണം മാത്രമേ കറക്റ്റ് ഉള്ളൂ. അതേതാന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് സെന്റൻസ് ഷെൽഫേ മൈൻ ഫാറ്റർ. ശരിയാണോ? അല്ല, തെറ്റാണല്ലേ. സോ ഓൾറെഡി ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതിനനുസരിച്ച് വെർബ് കോൺജുഗേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു സബ്ജക്റ്റ് ഒരിക്കലും വരില്ല അല്ലെ. ഇനി സെക്കൻഡ് സെന്റൻസ് നോക്കിയേ, ഇഷ് ഹെൽഫെ മൈനം ഫാജർ. ഷെൽഫെ മൈനം ഫാജർ, ഇത് ശരിയാണല്ലേ. കാരണം എന്താ, ഈ ഹെൽഫെ അല്ലെങ്കിൽ ഹെൽഫൻ എന്നുള്ളത് എന്ത് വെർബാണ്? ഡാറ്റീവ് വെർബാണ്. സോ ഡാറ്റീവ് വെർബ് ആയതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് വരുന്നത് എന്തായിരിക്കും? ഡാറ്റീവ് ഒബ്ജക്റ്റ് ആയിരിക്കും, അതായത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഹെൻസ് ദി ആർട്ടിക്കിൾസ്. ഓക്കെ, ഇനി മൂന്നാമത്തെ സെന്റൻസ് നോക്കിയേ, ഇഷ് ഹെൽഫെ മൈനൻ ഫാറ്റർ. അതും എന്താണ്? തെറ്റാണ് അല്ലെ. കാരണം എന്താ? ഓൾറെഡി പറഞ്ഞു, ഹെൽഫൻ എന്നുള്ളത് ഡാറ്റീവ് വെർബാണ്. സോ ഇതെന്തായിരിക്കണം? ഒരു ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിരിക്കണം. പക്ഷെ അല്ല, ഇതെന്താണ്? അക്യൂസാറ്റീവിലാണ് കൊടുത്തേക്കുന്നത്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. സോ അതുകൊണ്ട് ഈ സെന്റൻസും എന്താണ്? തെറ്റാണ്. അപ്പൊ നമുക്ക് ഡാറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്താ ഒരു എളുപ്പവഴിയുള്ളത്? എന്താ? ഡാറ്റീവ് വെർബുകൾ ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. ഡാറ്റീവ് വെർബ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് അതേപോലെ തന്നെ ആർട്ടിക്കിൾസും കൂടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇന്നത്തെ ഈ ഒരു ചെറിയ ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡാറ്റീവ് വെർബുകൾ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അപ്പം കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഇത്രേ ഉള്ളൂ. Then learn German with Dr. German. Danke schön.